ഒരു മിനിറ്റ്. പൊക്കണം. ബുക്കിങ് ജാമാണ്. അപ്പോൾ സ്നേക് മാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ സ്ഥലത്തിന്റെ പേര് മറന്നു, കാളത്തോടാണ്. കാളത്തോട് അഞ്ജലി സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വീട് എന്താ പറയുക റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ വർക്കേഴ്സൊക്കെയാണ് ഇവിടെ ഈ എല്ലായിടത്തും നിൽക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവർ എപ്പോഴാണ് കണ്ടേ? രാവിലെ വൈകിട്ടാണ് അല്ലേ? ഓക്കെ. ഉച്ച കഴിഞ്ഞിട്ടൊരു 3 മണി സമയത്താണ് അവർ പുറകിൽ വന്ന് കിണറ്റിലേക്ക് നോക്കിയതാണോ? ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇവിടെ വന്നപ്പോൾ ഇവിടെ കിണറിൻ്റെ ഒരു വല അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വലയമൊരു ചെറിയൊരു മൂർക്കം പാമ്പ് കുടുങ്ങിയെടുപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ കുടുങ്ങിയിട്ടുള്ള പോലെ എനിക്ക് കാണുമ്പോൾ തോന്നണേ പുളിയുറുമ്പൊക്കെ അവിടെ ഉണ്ട്. പുളിയുറുമ്പിൻ്റെ കൂടെയൊക്കെ ഉണ്ട്. പുളിയുറുമ്പൊക്കെ എവിടേക്ക് വന്നിട്ട് അതിൻ്റെ മേലൊക്കെ വന്ന് കടിക്കുന്നുണ്ട്. 1, 2, 3 സ്ഥലത്തെങ്ങാണ്ട് വലയുടെ കണ്ണി കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഇടയിലും കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വല കട്ട് ചെയ്യുമ്പോഴേ നമുക്കത് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിനി അധികം വൈകിപ്പിക്കില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ പാമ്പിനെ എടുക്കാൻ രാത്രി ഇപ്പോൾ ഏതാണ്ട് 5 മണി 6 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ റെസ്ക്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പൈപ്പും ബാഗും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ തൊട്ടപ്പുറത്ത് നമ്മുടെ തിരുവാണിക്ക അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്നൊരു മൂർക്കനെ കിട്ടിയിരുന്നു. മൂർക്കൻ്റെ കുഞ്ഞാണ്. നമ്മുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നുള്ളൂ, വലിയ ബാഗാണ്. പിന്നെ ഇതിലുള്ള മൂർക്കൻ ചെറിയ മൂർക്കനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ സൈഡിൽ കെട്ടി വെച്ചേക്കാണ്. ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ഈ ഒരു മൂർക്കനെ ആക്കുകയാണ്. ബാഗ് വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റെസ്ക്യൂയിലേക്ക് കിടക്കാം. തല അവിടെ കുടുങ്ങിയിട്ടില്ലെന്നുണ്ട് കേട്ടോ. തല റിലീസ് ആവുന്നുണ്ട്. Hey. തല അവൻ സ്വയം തന്നെ പിടിപ്പിച്ചു കേട്ടോ. ഗ്രില്ലുമ്മ പെട്ടെന്നെങ്കിലേ എല്ലാവരും ഒന്ന് പൊക്കിയോട്ടോ. ഒന്ന് തള്ളിയാൽ മതി. നേരം കിട്ടാത്തോണ്ടായിരുന്നുല്ലേ. അബദ്ധം കാണിക്കരുത്. അതിന് ബാക്കിൽ വരുന്ന ഈ ഗ്രില്ലൊന്ന് പൊക്കിയാൽ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടുമായിരിക്കും.
ആ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് പൊക്കി തന്നാൽ മതി. ആ ഒരു മിനിറ്റ്. ആ പൊക്കണം. ഓ പൊക്കി കഴിഞ്ഞാൽ ജാമാണ്. എൻ്റെ ഹുക്കൊന്ന് പിടിച്ചോളേ. ആ ഇനി പൊക്കി. കുറച്ചുകൂടി ബാക്കിലേക്ക് വരണം. ആ ഇനി അവിടെ കിട്ടുമല്ലോ. ആ ഇനി ഒന്ന് പൊക്കിയേ കിട്ടുമല്ലോ. സംഭവം ഇത് കുറച്ച് റിവേഴ്സ് വന്നാൽ കിട്ടുമല്ലോ അല്ലേ? അങ്ങോട്ട് അവിടെ ഗ്യാപ്പുണ്ട്. ഞാൻ വിട്ടാലോ? വിട്ട് കഴിഞ്ഞാൽ കിട്ടാം. ഇനി പുറത്തേക്ക് എടുക്കാൻ എളുപ്പമല്ല. ഒരു മിനിറ്റ് മാറിക്ക്, കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി. ഞാൻ കുറച്ച് റിവേഴ്സ് എടുക്കട്ടെ. പക്ഷെ എന്താ വെച്ചാൽ ചിലപ്പോൾ വീണ്ടും കുടുങ്ങും. കത്രയാന്ന് ഈ ഒരു മടക്ക് കണ്ട അതില്ലാന്നുണ്ടെങ്കിൽ കിട്ടിയാനെ. പാമ്പൊന്ന് റിവേഴ്സ് വന്നാൽ ചിലപ്പോൾ റെഡിയാവും. ഞാൻ പരമാവധി ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അവിടെ നിന്ന് കിട്ടുമെങ്കിൽ. പതുക്കെ വലിച്ചാൽ ഗ്യാപ്പ് ആടിന്ന് വാലുമ്പ എടുത്ത് കഴിഞ്ഞാൽ കിട്ടില്ല. തുറക്കാൻ പറ്റില്ലോ. ഇല്ല തലേൻ്റെ കയ്യിലുണ്ടല്ലോ, ഇനി കുഴപ്പമില്ല. ലോക്കണോ? എടുക്കേണ്ടി വരില്ല, റിവേഴ്സ് എടുക്കേണ്ടി വരില്ലേ? ഓക്കെ ഒരു മിനിറ്റ് ഞാൻ മാറിക്കോ. കുറച്ചുകൂടെ ബാക്കിലേക്ക് നീങ്ങി. കണ്ട അവ അങ്ങോട്ട് കയറും, അതാണ് പ്രശ്നം. അതിനുള്ളിൽ പെടും, അതാണ് നമ്മൾ വിടാത്തത്. ഇപ്പൊ വീണ്ടും അടുത്തത് വെട്ടു. കേറാ കുറച്ച് റിവേഴ്സ് അങ്ങോട്ട് വലിച്ചു നോക്കി. മടക്ക് കുറച്ച് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ആ കിട്ടിയതോ ഇനി കിട്ടാൻ നോക്കി. ഈ ആ പാലില്ലേ, ആ പാലവിടെ നിർത്താൻ കിട്ടും. നോക്കി കിട്ടുമോ? ആ എന്നിട്ട് ആ പാല് ഭാഗം ഇത് വന്നില്ലേ? ആ കത്ര ഒന്ന് കിട്ടും. അല്ലേ
ആണോ പെണ്ണാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ്. അയ്യോ അവന്റെ നേരത്തെ വേദനയും രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. നിന്റെ ഭാഗ്യാണ്. കിണറുണ്ടാ? അയ്യോ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സമയം എടുത്തു അതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം വെച്ചാൽ ഈ ഒരു ഗ്രില്ലിൻ്റെ ഗ്യാപ്പിലേക്ക് വന്ന് ജാമ്യം എടുക്കായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റാനായിട്ട് പൊക്കാൻ പറ്റുന്നില്ല. അവസാനം കുറച്ച് എല്ലാവരും കൂടെ സഹായിച്ചുകൊണ്ടാണ് മാമിന് പുറത്തേക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വിഷ്ണു ജോജു സൈനിങ് ഓഫ്.